വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമര ഇതൾ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി പൂവിനാനന്ദമേകി വാഴും ഉൾപ്പൂവിനൊത്തൊരു നാസയേന്തി തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിന്റെ മാധുര്യമെങ്ങും വീശി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നു ഭാരാദിയാഭരണങ്ങളേന്തി മാറിന്നു ശോഭ ഇരട്ടിയാക്കി. കൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും കൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും. ഇവിടെ ഭഗവാന്റെ രൂപമല്ലാതെ വേറൊരു വസ്തുവും ഇവിടെ ഇല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഭഗവാനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. നോക്കൂ, ഇതൊരു സത്യമാണ്. നമ്മൾ ചിന്തിക്കുന്തോറും ഇത് മനസ്സിലാവും. ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലാവർക്കും ഒരുപോലെയാണോ? ആണോ അല്ലയോ? അല്ല. തടിയുള്ളവർക്ക് കൂടുതലും മെലിഞ്ഞവർക്ക് കുറവും അങ്ങനെയുണ്ടോ? അമേരിക്കക്കാർക്ക് കാശ് കൂടുതലുള്ളതുകൊണ്ട് കുറേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇന്ത്യക്കാർക്ക് കുറച്ച് കുറവ് ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലാവർക്കും, വായു എല്ലാവർക്കും ഒരുപോലെയല്ലേ? ആണോ അല്ലയോ? പണക്കാർക്ക് നല്ല ഓക്സിജൻ, പാവപ്പെട്ടവർക്ക് കുറച്ചൊരു ഓക്സിജൻ, അങ്ങനെയുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് സൂര്യൻ്റെ ചൂട് എല്ലാവർക്കും, ആണുങ്ങൾക്ക് കൂടുതൽ പെണ്ണുങ്ങൾക്ക് കുറവ്, അങ്ങനെയുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ശക്തികളും ഒരുപോലെയാണെങ്കിൽ എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യവും ഒരുപോലെയായിരിക്കണം എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സും ഒരേപോലെ ആവേണ്ടതാണ്. ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഉണ്ടോ? എല്ലാവരും ഒരേ രീതിയിൽ അങ്ങോട്ട് ചിന്തിക്കാൻ, ഒരേ തത്വത്തിലേക്ക് മനസ്സുറപ്പിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ എല്ലാ മനസ്സും ഒരുപോലെ ആയിക്കഴിഞ്ഞു.
പിന്നെ ഈ ലോകത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരേ സത്യത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ വെച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് വികടങ്ങളായി ചിന്തിക്കുന്നതും വേർതിരിച്ച് കാണുന്നതും പിന്നെ നല്ലവനെയും ചീത്തവനെയും കാണുന്നതും മറ്റുള്ളവനെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനും തോന്നുന്നതും ആണോ? അങ്ങനെയുള്ള വികട ബുദ്ധികളൊക്കെ മനുഷ്യനുണ്ടായത്. എല്ലാവരുടെയും ശ്രദ്ധ ഒന്നിലേക്കാണ് വരുന്നതെങ്കിൽ എല്ലാവരും ഒരു സത്യത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒരു സത്യത്തിൽ നിന്നുണ്ടായി ഒരേ സത്യത്തിൽ നിലനിന്ന് ഒരേ സത്യത്തിലേക്ക് മറഞ്ഞു പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഇവിടെ മറ്റൊരാളെ പറ്റിച്ചത് കൊണ്ട് വലുതാവാനും സാധ്യമല്ല. ഒരാൾക്ക് മറ്റൊരാൾ പറ്റിക്കപ്പെട്ടത് കൊണ്ട് താഴാനും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതല്ലേ ഗീതയിൽ പറയുന്നത്? ഒരാൾ പറയണു ഞാൻ കൊല്ലുന്നു എന്ന്, മറ്റൊരാൾ പറയണു ഞാൻ കൊല്ലപ്പെടുന്നു. രണ്ടുപേരും വിഡ്ഢികളാണ്. കാരണം ആർക്കും ഒരാളെ നശിപ്പിക്കാനും സാധ്യമല്ല, ആർക്കും ഒരാളാൽ നശിക്കപ്പെടാനും സാധ്യമല്ല. ഒരേ സത്യത്തിൽ നിന്നുണ്ടായി ഒരേ സത്യത്തിൽ നിലനിന്ന് അതല്ലേ ഗീതയിലൊക്കെ എന്തൊരു വലിയ തത്വങ്ങളാണ് പറയുന്നത്. 2-ാം അധ്യായത്തിൽ ഗീതയിൽ അത് പറഞ്ഞുറപ്പിക്കുന്നുണ്ട്. ഒരേപോലെയല്ല. അതെന്തുകൊണ്ട് ഒരുപോലെ അല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ചിന്തിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോഴേക്കും നമുക്ക് ഉത്തരമൊക്കെ കിട്ടും. ഓരോരുത്തരുടെയും സംസ്കാരവും വളർന്നു വന്ന സാഹചര്യവും ഇതൊക്കെ ഇരിക്കാം. പക്ഷേ നമുക്ക് ഇനിയൊരു ചോദ്യമുള്ളത്, എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ തത്വത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചിന്തിച്ചുകൂടെ? ആ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ? നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിമകളാണോ നാം, അതോ സംസ്കാരത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ളവരാണോ നാം? ഒരു രത്നാകരൻ്റെ വാസനകൾക്ക് സംസ്കാരങ്ങൾക്ക് അടിമപ്പെട്ടവനായിരുന്നെങ്കിൽ അയാൾക്ക് ഒരിക്കലും വാൽമീകിയാവാൻ പറ്റില്ല. ഉണ്ടോ ഇല്ലയോ? വാസനാബലത്താൽ ഒരു ബ്രാഹ്മണ സംസ്കാരത്തിൽ ജനിച്ചിട്ടും ഒരു വേശ്യയിലേക്ക് ആകർഷിക്കപ്പെട്ട അജാമിള, പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉയർത്തിയ കഥയല്ലേ ഭാഗവത്തിന് പറയാനുള്ളത്, ആണോ? അപ്പോൾ ഏതൊരു വാസനയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ബുദ്ധി, ഇൻ്റലിജൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പം അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് മാറിപ്പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല ഈ ലോകത്തിൽ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്കും ഒരാളെയും നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം എല്ലാവരും വന്നിരിക്കുന്നത് ഒന്നിൽ നിന്നാണെങ്കിൽ പറ്റിച്ചത് കൊണ്ടൊട്ട് കേമനാവാനും പോകുന്നില്ല, പറ്റിക്കപ്പെട്ടത് കൊണ്ടൊരിക്കലും താഴാനും പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ബാഹ്യതലത്തിൽ നമുക്ക് ഏറ്റക്കുറച്ചിൽ തോന്നുമെങ്കിലും ആന്തരികമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്നു, ടോട്ടൽ വാല്യൂ ഓഫ് ദി എനർജി ഈസ് ഓൾവേസ് സെയിം എന്നുള്ളത്. അപ്പം നമ്മൾ പെട്രോൾ വാങ്ങിച്ച് കത്തിച്ചാലും ആ പെട്രോൾ കത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നുണ്ടോ ഇല്ലയോ? അത് വേറെ രീതിയിൽ അന്തരീക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോം മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുകയാണുള്ളത്. ഇവിടെ ഒന്നും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഇതൊക്കെയാണ് സയൻസിൻ്റെ ആധുനിക കണ്ടുപിടുത്തമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ശ്ലോകത്തിൽ കാണുന്നു, 19ാമത്തെ ശ്ലോകത്തിൽ യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹദം ഉപോതോ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ആരാണോ വേത്തി ഹന്താരം, ആരാണോ ഹതം, എന്നെ ഇവൻ കൊല്ലുന്നു, ഞാൻ ഇവനാൽ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്, ന വിജാനീതോ, ഇവന് സത്യം മനസ്സിലായിട്ടില്ല, ന അയം ഹന്തി ന ഹന്യതേ, കൊല്ലാനും സാധ്യമല്ല കൊല്ലപ്പെടാനും സാധ്യമല്ല എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതൊക്കെ ഭൗതിക തലത്തിലുള്ള ഏറ്റക്കുറച്ചിലാണ്. ആധ്യാത്മിക തലത്തിൽ ആരും ഉയരെയുമല്ല, ആരും താഴെയുമല്ല. എല്ലാം ഒരേ സത്യത്തിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപസവിശേഷങ്ങൾ. വെള്ളത്തിൽ അനവധി കുമിളകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബാഹ്യമായി തോന്നും ഒരു കുമിള വലുതാണ്, മറ്റൊരു കുമിള ചെറുതാണ്. പക്ഷേ ഒരേ ദൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുമ്പം വലുതായാലും ചെറുതായാലും എല്ലാം ഒരേ വെള്ളം തന്നെയാണെന്നുള്ള ദൃഷ്ടിയിലേക്ക് വന്നാൽ വെള്ളമൊട്ട് കൂടുന്നുമില്ല കുമിള ആയതുകൊണ്ട്, കുമിള പൊട്ടിയതുകൊണ്ട് വെള്ളമൊട്ട് കുറയുന്നുമില്ല. ഉണ്ടോ? വെള്ളമെന്നും വെള്ളമായി നിൽക്കുന്നു, ഊർജമെന്നും ഊർജമായി നിൽക്കുന്നു, ഈശ്വരനെന്നും ഈശ്വരനായി നിൽക്കുന്നു. അപ്പം ഇതൊക്കെ ഭാഗവതത്തിൽ വന്നിരിക്കുന്നത് വേദത്തിൽ നിന്നാണ്.
വേദത്തിൽ പറയും പുരുഷ ഏവ ഇതം സർവം. ഇതെല്ലാം ആര് തന്നെ? ഒരേ പുരുഷൻ. ഇത് ഞാൻ പറയുന്നത് എവിടുന്നാണെന്നറിയോ നിങ്ങൾക്ക്? വേദത്തിൽ 4 വേദത്തിലും വരുന്ന പുരുഷ സൂക്തത്തിൽ നിന്നാണ്. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ പുരുഷൻ തന്നെയാണ്. ഇത് തന്നെയാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്ന ഈശാവാസ്യമിതം സർവം എന്നൊക്കെയുള്ള ശബ്ദങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സത്യമാണ്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ ഗ്രഹിക്കണം? നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ക്രമേണ ഈ സത്യത്തിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്ന് ചലനങ്ങളൊക്കെ ഉണ്ടാവുന്നത് സത്യത്തിലാണെന്നും സത്യത്തിന് മാറ്റമുണ്ടാവുന്നില്ല, ചലനം അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട്. ആകാശത്തിൽ വായു കൂടുന്നു, അതായത് വായു കൂടുന്നു എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ശക്തി കൂടുന്നു, ചിലപ്പോൾ കാറ്റിൻ്റെ ശക്തി കുറയുന്നു. പക്ഷെ ആകാശത്തിനൊരിക്കലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ശ്രദ്ധ അതിലേക്കല്ല പോകുന്നത്. നമ്മുടെ ശ്രദ്ധ ഇന്ന് വേണ്ടാത്തതിലേക്കൊക്കെ പോകുന്നുണ്ട്. ശരീരത്തിലൊരു വിഷമം വന്നാൽ ആ വിഷമത്തിലേക്ക് മനസ്സ് പോകുന്നുണ്ട്. എനിക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് ഒരു മനസ്സുള്ളത് കൊണ്ടാണെന്നും ആ മനസ്സിന് ഇത് ചിന്തിക്കാൻ സാധിക്കുന്നത് കാരണം അത് നിലനിൽക്കുന്നത് കൊണ്ടാണെന്നും അത് നിലനിൽക്കുന്നതിന് കാരണം അതിന് നിലനിൽക്കാൻ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണെന്നും നമ്മൾ ചിന്തിക്കുന്നവരുണ്ടോ? നമ്മളത്ര സ്ഥൂലതയിലല്ലേ ചിന്തിക്കുന്നത്? ആണോ അല്ലയോ? ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ഒരാളിങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് പറയുന്നു, നോക്കൂ അയാൾ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കണമെന്ന്, സൂക്ഷിച്ചു നോക്കണമെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, നോക്കൂ നിനക്ക് അയാളെ മനസ്സിലായില്ലേ, എന്തുകൊണ്ടാണ് അയാളിങ്ങനെ സൂക്ഷിച്ചു നോക്കണത് എന്ന്. ഭാര്യ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, എന്തിനാ അയാൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണത് എന്ന്. പറയാണ്, അയാൾ പഴയ വസ്തുക്കൾ എടുക്കുന്ന ഒരാളാണ്. ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളും കണ്ടില്ലേ, നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണാം നിങ്ങൾക്ക്. നീ ഇത്തിരി പഴയതായതുകൊണ്ടായിരിക്കാം അയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കേണ്ടത്. അപ്പം നീ എന്തിനാ അയാളെ നോക്കുന്നത്? അല്ലേ, അയാളിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ. അയാൾ ഇതിൻ്റെ നോക്കണത് ഇങ്ങനെ കെയർ ചെയ്തിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അയാളെ സംബന്ധിച്ച് അയാൾ പ്ലാസ്റ്റിക് പാത്രങ്ങളും പേപ്പറുകളും പഴയ ചാക്കും പഴയ സാധനങ്ങൾ എവിടെ കണ്ടാലും അയാളതാണ്. ഈ ചെരുപ്പ് തുന്നി എപ്പോഴും നോക്കുന്നത് അയാൾ ആരുടെയും മുഖത്തേക്ക് നോക്കുമോ? റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരെപ്പോഴും നോക്കുന്നത് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ടുണ്ടോ, ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം അയാൾക്ക് വേണ്ടത് ആളുടെ മുഖമല്ല വേണ്ടത്, എന്താ വേണ്ടത്? ചെരുപ്പാണ് വേണ്ടത്. ഇതുപോലെ അങ്ങനെ ആളുകൾ നോക്കും. ഇങ്ങനെ നമ്മളൊക്കെ ഉണ്ടല്ലോ, വേണ്ടാത്തതിലേക്ക് ശ്രദ്ധിച്ച് വേണ്ടതിലേക്കുള്ള ശ്രദ്ധ വിട്ടുപോയി. ഇനി അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. ഈ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ എന്ത് വച്ചിരിക്കുന്നത്? വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്നത് പറയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഗ്രഹിക്കണേ. ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, പൊതുവെ പറയാറുണ്ട്, ചില ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലാണ്, ചില ക്ഷേത്രത്തിൽ അത്ര. ഇപ്പം ഗുരുവായൂരിൽ വളരെയധികം ചൈതന്യമുള്ളതുകൊണ്ടല്ലേ ഇത്ര അധികം ആളുകൾ അവിടെ പോകുന്നത്. എന്തുകൊണ്ടാണ് അത്ര അധികം ചൈതന്യം തോന്നിക്കഴിഞ്ഞാൽ അത്ര അധികം വിളക്കും അത്ര അധികം അലങ്കാരങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. ഒരു വിളക്ക് മാത്രം ഒന്ന് വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊന്നും നിങ്ങൾ തൊഴാൻ പോയി നോക്കൂ, നിങ്ങൾ ഉടനെ എന്താ പറയുക അറിയാം, പണ്ടത്തെ ഒന്നും ചൈതന്യമില്ല അമ്പലത്തിൽ എന്ന് പറയോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അവിടെ കത്തിച്ചു വെക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു ഊർജ്ജപ്രസരണം ഉണ്ടല്ലോ. അതുപോലെ തന്നെ അവിടെ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ ഒരു സൂക്ഷ്മമായൊരു വൈബ്രേഷൻ ഉണ്ടാവണം. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഊർജ്ജത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ ഊർജ്ജത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ് ഇത് ശബ്ദതരംഗങ്ങൾ. അതുകൊണ്ട് നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാക്കി വെക്കാൻ സാധിക്കുന്നുള്ളതിൽ സംശയമില്ല. നല്ല വാക്കുകൾ പറയുമ്പോൾ മനസ്സിനൊരു ശാന്തത ഇല്ലേ? ചീത്ത വാക്കുകൾ പറയുന്ന സ്ഥലത്താണെങ്കിലോ എന്നും നിങ്ങളെ കുറ്റവും കുറവും പറയുന്ന ഒരു അമ്മായി അമ്മ, ആ വീട്ടിൽ പിന്നെ നിങ്ങൾ കയറി ചെല്ലുമോ? ഉണ്ടോ ഇല്ലയോ? വീട്ടിൽ വന്ന ഭർത്താവ് തുടങ്ങുക അല്ലെങ്കിൽ ഭാര്യ തുടങ്ങുക ഓരോ വിഷമങ്ങളും ദുഃഖങ്ങളും പരാതികളും പറയാൻ. പിന്നെ ഭർത്താവിന് വീട്ടിലേക്ക് വരാനുള്ള സന്തോഷം ഉണ്ടാവുമോ? എത്രത്തോളം ലേറ്റായി വരാൻ പറ്റുമോ? വരലും കഴിക്കലും കട്ടക്കലും ഒപ്പം ഒരുമിച്ചായിരിക്കും. കാരണം പിന്നെ പറയാനുള്ള അവസരം കൊടുക്കില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു അന്തരീക്ഷത്തിൽ നെഗറ്റീവായി പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകാൻ തന്നെ ഒരു മനസ്സുണ്ടാവില്ല. ഉണ്ടോ ഇല്ലയോ? ഞാൻ പറയുന്നത് ശരിയാണോ? പലരും ജീവിതത്തിലുണ്ടല്ലോ വിമുഖത കാണിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എപ്പോഴും ഇങ്ങനെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പറയും തോറും ആ പോവാനുള്ളൊരു മനസ്സ് കുറഞ്ഞു വരും. സന്തോഷമുണ്ടെങ്കിലോ
കല്യാണത്തിന് മുമ്പ് എന്താ കാമുകന്മാർ കൂടുതൽ എടുക്കുന്നത്? നല്ലതേ പറയുള്ളൂ. അതിനുശേഷം പിന്നീട് ഒരിക്കൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കാര്യങ്ങൾ. പിന്നെ നേരെ വിപരീതം പറയാൻ നടക്കും, വിഷമങ്ങളും ബുദ്ധിമുട്ടും. ശരിയാണോ അല്ലയോ? അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിനെയും നമുക്കൊരു പോസിറ്റീവ് എനർജി ആക്കി വെച്ചുകൂടെ? ഒരു സ്ഥലത്തെ പോസിറ്റീവ് ആക്കുന്നത്, ശ്രദ്ധിക്കും ഞാൻ പറയുന്നത്, അവിടുത്തെ വിഗ്രഹമാണോ, അവിടെ വരുന്ന ആളുകളുടെ ചിന്തകളും അവരുടെ വാക്കുകളും അവിടെ കൊളുത്തി വെക്കുന്ന വിളക്കും ഈ തരത്തിലുള്ള പരിതസ്ഥിതികളാണോ? ഈ പരിതസ്ഥിതികളെ മുഴുവൻ മനുഷ്യനുണ്ടാക്കിയതല്ലേ? ഒരു കല്ല് വെച്ചപ്പോൾ താനെ അങ്ങോട്ട് ചൈതന്യം വർദ്ധിച്ചു എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ശരിയാണോ പറയുന്നത്? താനെ അങ്ങോട്ട് ചൈതന്യം വർദ്ധിച്ചില്ല. ആ ചൈതന്യം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സത്യം വ്യക്തമാണല്ലോ, മനുഷ്യന് അവന്റെ ചൈതന്യത്തിലേക്ക് ഉയരും തോറും തന്നിലെ ചൈതന്യം അതിന്റെ പ്രസരണം വർദ്ധിപ്പിക്കാം, അതിന്റെ തേജസ് വർദ്ധിപ്പിക്കാം. ഏതുപോലെ ഒരു റാന്തൽ വിളക്കിന്റെ, പാനീസ് വിളക്കിന്റെ കുഴൽ വൃത്തിയാകും തോറും അതിനോടുള്ള പ്രകാശത്തിന്റെ പ്രസരണം കൂട്ടാം. വാസ്തവത്തിൽ വെളിച്ചം കൂടുന്നില്ല, വെളിച്ചം നേരത്തെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ആ കുഴൽ വൃത്തിയാകും തോറും അതിൻ്റെ ആ ഊർജ പ്രസരണം അല്ലെങ്കിൽ ഊർജത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു നമ്മൾ പറയുക വെളിച്ചം അത് കൂടുന്നു. ഇതുപോലെ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലും തോറും, നാമങ്ങളൊക്കെ ജപിക്കും തോറും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്തോറും നമ്മുടെ മനസ്സിലൂടുള്ള ഭഗവാന്റെ ആ പ്രകാശം കൂടിക്കൂടി വരുന്നു പറയാ. ഇതാരുണ്ടാക്കി വെച്ചതാണ്? നമ്മളുണ്ടാക്കി വെച്ചതാണ്. ആണോ? അപ്പം നമുക്ക് വർദ്ധിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ ആളുകൾ അത് തെറ്റിദ്ധരിച്ചു, അത് എൻ്റെ കഴിവല്ല, അത് അവിടുത്തെ കല്ലിനുള്ളൊരു അല്ലെങ്കിൽ അവിടുത്തെ ആ വിഗ്രഹത്തിനുള്ളൊരു കഴിവാണെന്ന്. അങ്ങനെയല്ലേ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? തൻ്റെ ഉള്ളിൽ നിന്നും ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും വന്നതാണെന്ന സത്യം അവര് മറന്നു പോകുന്നു. അതുകൊണ്ടോ ആ കഴിവിനെ വികസിപ്പിക്കാനല്ല പലരും ശ്രമിക്കുന്നത്. അവിടെ എന്തോ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിന്ന് വല്ലതും കിട്ടുമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ ഹിന്ദുമതം എവിടെയൊക്കെയാണ് താളം തെറ്റുന്നത് എന്നുള്ളത്? അപ്പൊ അവിടുത്തെ ശക്തികളൊക്കെ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണെങ്കിൽ ഓരോരുത്തർക്കും അവരവരെ ഉയർത്താനുള്ള കഴിവുണ്ടെന്ന് പൂർണ്ണമായി നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ അങ്ങനെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയൊരു ചോദ്യം ചോദിക്കുകയാണ്. മനസ്സിലായി സ്വാമി, ഇത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറില്ലേ